കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിക്ക് മുഖ്യ കവാടമാകുന്ന നാട് വയനാട്. ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നാട് ദൈവം കനിഞ്ഞരുളിയ മണ്ണും മരങ്ങളും ജലവും ജീവികളും പോലുള്ള സുന്ദരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. കാഴ്ചകൾക്കുമപ്പുറം ഒട്ടേറെ സവിശേഷതകളുള്ള ഈ ഗ്രാമീണ വിശുദ്ധിക്ക് കൂടുതൽ ഔന്നത്യം നൽകുന്ന ആത്മവിശുദ്ധിയുടെ കേന്ദ്രമാണ് പനമരത്ത് അനേകർക്ക് ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം ദ ഷ്രൈൻ ഓഫ് സെയിന്റ് പാദ്രെ പിയോ. വിശുദ്ധ പാദ്രെ പിയോയുടെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയത്തിന് വിശുദ്ധിയുടെ സമ്പന്നമായ ഒരു കലവറയാണുള്ളത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ച കപ്പുച്ചിൻ സഭയിൽ നിന്നും വിശുദ്ധരാക്കപ്പെട്ട 16 പുണ്യാത്മാക്കളുടെ തിരുശേഷിപ്പുകളും ചിത്രങ്ങളും വിശ്വാസികളിൽ ഭക്തിയുടെ ആനന്ദസാഗരം അലയടിക്കുന്നു. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇത്രയും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവാലയം മറ്റെവിടെയും ഇല്ലെന്നുള്ളതുകൊണ്ട് ദ ഷ്രൈൻ ഓഫ് സെന്റ് പാദ്രെ പിയോ തീർത്ഥാടകർക്ക് ആകർഷണീയമാകാൻ കാരണമാകുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ ബെർണാഡ് കൊർലയോണെ, വിശുദ്ധ ജോസഫ് ലയോണേസ, വിശുദ്ധ കോൺറാഡ് പാർസാം, വിശുദ്ധ ഫിദേലിസ് സിഗ്മറിംഗ്, വിശുദ്ധ ഇഗ്നേഷ്യസ് ലക്കോണി, വിശുദ്ധ ലിയോപോൾഡ് മാൻറ്റിക്, വിശുദ്ധ ഫെലിക്സ് കാൻഡലിസ്, വിശുദ്ധ ക്രിസ്പിൻ വിത്തർബോ, വിശുദ്ധ ഫെലിക്സ് നിക്കോസിയ, വിശുദ്ധ വെറോനിക്ക ജൂലിയാനി, വിശുദ്ധ ലോറൻസ് ബ്രിൻഡിസി, വിശുദ്ധ ഫ്രാൻസിസ് മരിയ കംബ്രോസോ, വിശുദ്ധ ഇഗ്നേഷ്യസ് സന്ധ്യ, വിശുദ്ധ ഫ്രാൻസിസ് മൊന്തെഗ്രനാറെ എന്നിവരുടെ തിരുശേഷിപ്പുകളാൽ അലങ്കൃതമാണ് പനമരം വിശുദ്ധ പാദ്രെ പിയോ പ്രതിഷ്ഠാലയം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായ വിശുദ്ധനായിട്ടാണ് വിശുദ്ധ പാദ്രെ പിയോ അറിയപ്പെടുക. 1887 മെയ് 25 പാദ്രെ പിയോ ജനിച്ചത്. പാദ്രെ പിയോയുടെ അപ്പൻ്റെ പേര് ഗ്രാസിയോ, അമ്മയുടെ പേര് ജുസപ്പോ. പാദ്രെ പിയോയുടെ മാമോദീസ പേര് ഫ്രാൻസിസ്കോ എന്നാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആധ്യാത്മികതയിൽ ആകൃഷ്ടനായി വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് സെമിനാരിയിൽ ചേർന്നു. 1910 ഓഗസ്റ്റ് 10 പൗരോഹിത്യം സ്വീകരിച്ചു. 1915 വിശുദ്ധ പാദ്രെ പിയോയ്ക്ക് യേശു തൻ്റെ പഞ്ചക്ഷതങ്ങൾ നൽകി. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം കൂടുതൽ സമയവും വിശുദ്ധ പാദ്രെ പിയോ ചിലവഴിച്ചത് കുമ്പസാരത്തിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കാനായിട്ടായിരുന്നു, കുമ്പസാരക്കൂട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ പാദ്രെ പിയോ അറിയപ്പെടുന്നത് കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി, അല്ലെങ്കിൽ പാപസങ്കീർത്തനത്തിൻ്റെ വിശുദ്ധൻ, പ്രവാചകൻ എന്നൊക്കെയാണ് അറിയപ്പെടുക.
1986 പാദ്രി പിയോ മരണമടഞ്ഞു. 1999 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ടും 2002 ജൂൺ 16 വിശുദ്ധനായിട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി. വിശ്വസാഹോദര്യത്തിൻ്റെ പ്രവാചകനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ച സന്യാസ സമൂഹം പിൽക്കാലത്ത് 3 ഗ്രൂപ്പുകളായി പിരിഞ്ഞു. അതിലേറ്റവും അവസാനം രൂപം കൊണ്ട സന്യാസ സമൂഹമാണ് ക്യാപ്പിച്ചിൻ സഭ. 15-ാം നൂറ്റാണ്ടിലാണ് ക്യാപ്പിച്ചിൻ സഭ രൂപം കൊള്ളുന്നത്. ഇന്ന് ലോകത്തിലെ ഏതാണ്ട് 90 രാജ്യങ്ങളിലായി 12,000 അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കപ്പുച്ചിൻ സഭയ്ക്ക് 12 പ്രോവിൻസുകളും 2 വൈസ് പ്രോവിൻസുകളുമുണ്ട്. കേരളത്തിൽ 4 പ്രോവിൻസുകളാണുള്ളത്. അതിൽ ഒരു പ്രോവിൻസാണ് ഈ മലബാർ പ്രദേശത്തുള്ള പാവനാത്മ പ്രോവിൻസ്. പ്രകൃതിയെയും മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത പരിസ്ഥിതിയുടെ മധ്യസ്ഥനായ കപ്പുച്ചിൻ സഭാ സ്ഥാപകൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഈ പഞ്ചക്ഷതധാരി ഒട്ടേറെ വിശുദ്ധർക്ക് മാതൃകയായതുപോലെ വിശുദ്ധ പാദ്രി പിയോയ്ക്കും പ്രചോദനമായിരുന്നു. ഈ പ്രതിഷ്ഠാലയത്തിലെ മറ്റ് കപ്പൂച്ചിൻ വിശുദ്ധരുടെ ചരിത്രം തീർത്ഥാടകരുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ തെളിമ നൽകുന്നുവെന്ന് പറയപ്പെടുന്നു. വിശുദ്ധ ബെർണാഡ് 1605-1667 തിരുനാൾ ജനുവരി 12. 1605 ഫെബ്രുവരി 6 ഇറ്റലിയിലെ കൊർലയോണയിൽ ഭൂജാതനായ ബെർണാഡ് ഒരു പട്ടാളക്കാരനും മല്ലയുദ്ധക്കാരനുമായിട്ടാണ് വളർന്നത്. ക്ഷിപ്രകോപിയും എടുത്തുചാട്ടക്കാരനുമായിരുന്ന അദ്ദേഹം മല്ലയുദ്ധത്തിൽ തൻ്റെ എതിരാളി കൊല്ലപ്പെട്ടു എന്ന് കരുതി അടുത്തുള്ള കപ്പൂച്ചിൻ ആശ്രമത്തിൽ അഭയം തേടി. കപ്പൂച്ചിൻ സഹോദരരുടെ സാഹോദര്യത്തിൽ ആകൃഷ്ടനായി മാനസാന്തരപ്പെട്ട് സഭയിൽ സന്യാസ സഹോദരനായി ചേർന്നു. തീവ്രമായ പ്രാർത്ഥന, അല്പസമയം ഉറക്കം, ഇടുങ്ങിയ മുറിയിലുള്ള ജീവിതം, ഇതായിരുന്നു ശൈലി. പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുണ്ടായിരുന്ന അദ്ദേഹത്തിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉണ്ണി ഈശോയെ കയ്യിൽ വെച്ചുകൊടുത്തു. 1667 ജനുവരി 12 സ്വർഗത്തിൽ ജനിച്ചു. വിശുദ്ധ ജോസഫ് ലയോണെസ 1556-1612 തിരുനാൾ ഫെബ്രുവരി 4. 1556 ഫെബ്രുവരി 4 ഇറ്റലിയിലെ ലാസിയോ പ്രദേശത്ത് ജനിച്ച ജോസഫ് 16-ാം വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന അദ്ദേഹം ഉപവാസം, പ്രാർത്ഥന, പരിഹാരം എന്നിവ അഭ്യസിച്ചു. തീഷ്ണമതിയായ വചനപ്രഘോഷകനായിരുന്ന അദ്ദേഹം 1599 ഒരു വർഷം മുഴുവനും കഠിനമായി ഉപവസിച്ചു. മുരാദ് സുൽത്താന്റെ മുൻപിൽ സുവിശേഷം പ്രസംഗിച്ച അദ്ദേഹത്തെ പട്ടാളക്കാർ പിടികൂടുകയും തൂക്കിലേറ്റുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം മരിച്ചില്ല. ഒരു ദൈവദൂതൻ ജോസഫിനെ
അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പാവപ്പെട്ടവരുടെ സ്നേഹിതനായിരുന്ന അദ്ദേഹം 1612 ഫെബ്രുവരി 4 സ്വർഗപ്രാപ്തനായി. വിശുദ്ധ കൊൺറാഡ് 1818 1894. തിരുനാൾ ഏപ്രിൽ 21. 1818 ജർമ്മനിയിലെ ബവേറിയ ദേശത്ത് ജനിച്ച അദ്ദേഹം 31 വയസ്സിൽ കപ്പുച്ചിൻ സഭയിൽ ചേർന്ന് ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചിലവഴിച്ചത് ആൾട്ടോട്ടിങ്ങിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. 1894 ഏപ്രിൽ 21 കുട്ടികളെ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ ഫിദേലിസ് 1577 ജർമ്മനിയിലെ സിഗ്മറിംഗൻ എന്ന സ്ഥലത്തെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഫിദേലിസ് തത്വശാസ്ത്രത്തിലും നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം വക്കീലായി ജോലി ചെയ്യുകയും സമൂഹത്തിലെ അഴിമതിക്കെതിരായി പോരാടുകയും ചെയ്തു. തുടർന്ന് കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അതിനെ പ്രതിരോധിച്ചു. 1622 ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു മാമോദീസ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പ്രസംഗപീഠത്തിൽ നിന്നും വലിച്ചിഴച്ച് പ്രൊട്ടസ്റ്റന്റുകാർ അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്നു. മരിക്കുന്ന സമയത്ത് തന്നെ വധിക്കുന്നവരോട് ക്ഷമിക്കണമേ എന്നും വികാരത്താൽ അന്ധരായിത്തീർന്ന ഇവരോട് പൊറുക്കണമേ എന്നും തന്നോട് കരുണ കാണിക്കണമേ എന്നും പ്രാർത്ഥിച്ചു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലക്കോണി 1701 1781. തിരുനാൾ മെയ് 11. 1701 ഡിസംബർ 17 ഇറ്റലിയിലെ ലക്കോണിയയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഇഗ്നേഷ്യസ് കുഞ്ഞുനാൾ മുതൽ രോഗിയായിരുന്നു. 18 വയസ്സിൽ തീരെ അവശനായി തീരുകയും നിരന്തരമായി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. സുഖപ്പെട്ടാൽ കപ്പൂച്ചിൻ സഭയിൽ ചേരുമെന്ന് നേർച്ച നേർന്നു. രോഗമുക്തനായെങ്കിലും നേർച്ച നിറവേറ്റിയില്ല. അധികം താമസിയാതെ കുതിരസവാരിക്കിടയിൽ ഗുരുതരമായ അപകടം സംഭവിച്ചെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെട്ട അദ്ദേഹം കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് പുണ്യജീവിതം നയിച്ചു. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ജോലികൾ ശ്രദ്ധയോടും സ്നേഹത്തോടും ചെയ്ത അദ്ദേഹം ജനങ്ങൾക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായി. 1740 മുതൽ 1781 മെയ് 11 മരിക്കുന്നതുവരെ കോഗ്ലിയാരി എന്ന പട്ടണത്തിൽ തൻ്റെ സമൂഹത്തിനു വേണ്ടി ധർമ്മം യാചിച്ചാണ് ജീവിച്ചത്. വിശുദ്ധ ലെയോപോൾഡ് 1866 1942. തിരുനാൾ മെയ് 12. 1866 മെയ് 12 ഇറ്റലിയിലെ കാസിൽ ന്യൂവാവോ എന്ന സ്ഥലത്ത് ജനിച്ചു. ജർമ്മന ദുർബലനായിരുന്ന അദ്ദേഹത്തിന് വെറും 4.5 അടി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. പുരോഹിതനായ അദ്ദേഹത്തിൻ്റെ സേവനം കൂടുതലും അനുരഞ്ജന ശുശ്രൂഷയുടെ മേഖലയിലായിരുന്നു. പാതുവായിലുള്ള ആശ്രമത്തിൽ ദിവസത്തിൽ 12 മണിക്കൂർ വരെ കുമ്പസാരം കേട്ടിരുന്ന അദ്ദേഹം നീണ്ട 40 വർഷത്തോളം അവിടെ ജീവിച്ചു. 1942 ജൂലൈ 30 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധ ഫെലിക്സ് കാന്തലീസെ 1515 1587. തിരുനാൾ മെയ് 18. 1515 മെയ് 18 ഇറ്റലിയിലെ കാന്തലീസ എന്ന സ്ഥലത്ത് ദരിദ്ര കർഷക ദമ്പതികൾക്ക് ജനിച്ച വിശുദ്ധ ഫെലിക്സ് മരുഭൂമിയിലെ താപസരുടെ ജീവിതം അനുകരിക്കാൻ വേണ്ടിയാണ് കപ്പൂച്ചിൻ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചത്. തീരുമാനമെടുക്കുന്നതിനായി ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ക്രൂശിത രൂപം തിളങ്ങുകയും രക്തമൊഴുകുകയും ചെയ്തു. ഇത് ദൈവത്തിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. സമൂഹാംഗങ്ങൾക്കു വേണ്ടി ധർമ്മം യാചിച്ചിരുന്ന അദ്ദേഹം എന്ത് കിട്ടിയാലും ദൈവത്തിന് നന്ദി എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ സഹോദരൻ ദൈവനന്ദി എന്നാണ് വിളിച്ചിരുന്നത്. പാവപ്പെട്ടവർക്കും രോഗികൾക്കും കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളിലൂടെ അനേകർക്ക് സൗഖ്യം ലഭിച്ചിരുന്നു. 1557 മെയ് 18 അദ്ദേഹം മോക്ഷം പ്രാപിച്ചു. വിശുദ്ധ ക്രിസ്പിൻ 1663 നവംബർ 13 ഇറ്റലിയിലെ വിതർബോയിൽ ജനിച്ചു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട അദ്ദേഹത്തെ തൻ്റെ അമ്മ വിതർബോയിലുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠാലയത്തിൽ സമർപ്പിച്ചിരുന്നു. അദ്ദേഹം എന്നും പരിശുദ്ധ മറിയത്തെ അമ്മയെന്നാണ് വിളിച്ചിരുന്നത്. വർഷങ്ങളോളം ചെരുപ്പുകുത്തിയായി ജോലി ചെയ്ത ശേഷം കാന്തലിസയിലെ വിശുദ്ധ ഫെലിക്സിനെ അനുകരിക്കുന്നതിനു വേണ്ടി 25-ാം വയസ്സിൽ കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. നൊവിഷ്യേറ്റിലെ അതികഠിനമായ തപശ്ചര്യയാൽ ക്ഷീണിതനായ അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചയക്കുവാൻ തീരുമാനിക്കുകയും ആശ്രമത്തിൽ കുറേ കാലം ഒരു അതിഥിയെപ്പോലെ താമസിക്കുകയും ചെയ്തു. പിന്നീട് സഭയിൽ അംഗമാകുകയും ചെരുപ്പുകുത്തികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ക്രിസ്പിൻ്റെ പേര് സ്വീകരിക്കുകയും ചെയ്തു. 1750 മെയ് 19 സ്വർഗപ്രാപ്തിക്കായി വിളിക്കപ്പെട്ടു. വിശുദ്ധ ഫെലിക്സ് നിക്കോസിയ 1715 1787 തിരുനാൾ ജൂൺ 2. 1715 നവംബർ 5 ഇറ്റലിയിലെ നിക്കോസിയ ഗ്രാമത്തിൽ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജനിച്ചു. 27-ാം വയസ്സിൽ കപ്പൂച്ചിൻ സഭയിൽ സന്യാസ സഹോദരനായി. വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ പീഡാനുഭവ ധ്യാനത്തിൽ മുഴുകുകയും മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവിടുമായിരുന്നു. മരിക്കുവാനുള്ള അനുവാദം പോലും സുപ്പീരിയറോട് ചോദിച്ചു വാങ്ങിയ ഇദ്ദേഹം സ്വയം ദാനത്തിൻ്റെ ഉത്തമോദാഹരണമായിരുന്നു. 1787 മെയ് 31 അദ്ദേഹം നിത്യജീവിതത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു. വിശുദ്ധ വേറോനിക്ക ജൂലിയാനി 1660 1727 തിരുനാൾ ജൂലൈ 10. 1660 ഡിസംബർ 27 ഇറ്റലിയിലെ ജൂലിയാനിയിൽ ജനിച്ച് കപ്പൂച്ചൻ സന്യാസിനി സഭാവിഭാഗത്തിൽ വിശുദ്ധിയായി തീർന്ന വ്യക്തിയാണ് വെറോനിക്ക. 7-ാമത്തെ വയസ്സു മുതൽ ദിവ്യമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നയായിരുന്ന അവൾക്ക് ദർശനങ്ങളും വെളിപാടുകളും ധാരാളമായി ലഭിച്ചിരുന്നു. പാവപ്പെട്ടവരോട് അസാധാരണമായ കനിവും പരിഗണനയും പ്രകടിപ്പിച്ചിരുന്ന അവൾ 17-ാം വയസ്സിൽ സഭയിൽ ചേർന്നു. നീണ്ട 22 വർഷത്തോളം നോവിസ് മിസ്ട്രസായി സേവനം ചെയ്തു. ഈശോ സ്വന്തം മുറിവുകളും മുൾക്കിരീടവും നൽകിക്കൊണ്ടാണ് ഈ സഹനങ്ങൾക്ക് ഉത്തരം കൊടുത്തത്. 1727 ജൂലൈ 9 സ്വർഗപ്രാപ്തയായി. വിശുദ്ധ ലോറൻസ് ബ്രിൻഡിസി 1575 ജൂലൈ 22 ഇറ്റലിയിലെ ബ്രിൻഡിസിയിൽ ജനിച്ച അദ്ദേഹം 16-ാം വയസ്സിൽ കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൽ അതിനിപുണനായിരുന്നു. വചനപ്രഘോഷണ രംഗത്ത് പ്രശസ്തനായി തീർന്ന അദ്ദേഹം സഭയുടെ ജനറൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 1619 ജൂലൈ 21 മരിച്ചു. സഭയുടെ വേദപാരംഗതനായി ഉയർത്തപ്പെട്ടു. വിശുദ്ധ ഫ്രാൻസിസ് മേരി 1804 1866 തിരുനാൾ സെപ്റ്റംബർ 19.
1804 ഇറ്റലിയിലെ കമ്പറോസയിൽ ജനിച്ച അദ്ദേഹം ഒരു ഇടയ ബാലനായി ജോലി ചെയ്ത ശേഷം കപ്പൂച്ചിൻ സന്യാസ സഹോദരനായി വ്രതം ചെയ്തു. ആതുര ശുശ്രൂഷയും സഭാംഗങ്ങൾക്കു വേണ്ടിയുള്ള ധർമ്മം യാചിക്കലുമായിരുന്നു അദ്ദേഹത്തെ സഭ ഏൽപ്പിച്ച ദൗത്യം. സ്വീകരിക്കുന്നതിലും കൂടുതൽ കൊടുക്കുന്നതിലും സന്തോഷം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മേരി. കോളറ പിടിപെട്ടവരെ ശുശ്രൂഷിച്ച് 1866 സെപ്റ്റംബർ 17 അതേ രോഗം വന്ന് മരിക്കുകയും ചെയ്തു. വിശുദ്ധ ഇഗ്നേഷ്യസ് സാന്തിയ 1656-1770. തിരുനാൾ സെപ്റ്റംബർ 22. 1686 ഇറ്റലിയിലെ സാന്തിയായിൽ ജനിച്ച ഇഗ്നേഷ്യസ് രൂപതാ വൈദികനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പൂച്ചിൻ സന്യാസിയാകാനുള്ള വിളി സ്വീകരിച്ച് 1710 സഭയിൽ ചേർന്നു. എളിമയും വിനയവും കൈമുതലായിരുന്ന അദ്ദേഹം തീക്ഷ്ണമായ ദൈവസ്നേഹവും അഗാധമായ പരസ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് 84 വയസ്സോളം ജീവിച്ചു. നോവിസ് മാസ്റ്റർ, ആശ്രമശ്രേഷ്ഠൻ, മിലിറ്ററി ചാപ്ലിൻ എന്നീ നിലകളിൽ സഭയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. ടൂറിനിലുള്ള കപ്പൂച്ചിൻ ആശ്രമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ടിരിക്കെ 1770 സെപ്റ്റംബർ 22 സ്വർഗം പ്രാപിച്ചു. വിശുദ്ധ സെറാഫിൻ 1540-1604. തിരുനാൾ ഒക്ടോബർ 12. 1540 ഇറ്റലിയിലെ മൊന്തേഗ്രാനേറോയിൽ ജനിച്ചു. കുറേ നാൾ ഇടയ ബാലനായി ജോലി ചെയ്തു. ബാലനായിരിക്കെ തന്നെ ദൈവൈക്യത്തിൽ ജീവിച്ച അദ്ദേഹം താപസ ശ്രേഷ്ഠന്മാരുടെ ജീവിതത്തെക്കുറിച്ചറിഞ്ഞ് അതുപോലെ ജീവിക്കാനായി കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് പ്രാർത്ഥനയുടെ ഒരു ഗുരുവായി തീർന്നു. എനിക്ക് ഒരു ക്രൂശിത രൂപവും കൊന്തയും മതി, അതുവഴി ഒരു വിശുദ്ധനെ സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പരഹൃദയ ജ്ഞാനവും പ്രവചനവരവും അത്ഭുത പ്രവർത്തനത്തിനുള്ള വരവും നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 1604 ഒക്ടോബർ 12 അദ്ദേഹം നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാൽ അനുഗ്രഹീതമായ ഈ പ്രതിഷ്ഠാലയം കേവലം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, അനേകർക്ക് ആശ്വാസവും സൗഖ്യവും പകരുന്നതാണ്. രോഗങ്ങളിൽ, കൃഷികളിൽ, വ്യാപാരങ്ങളിൽ തുടങ്ങി ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിലെ പ്രതിസന്ധികൾ മാറുന്നതിന് ഈ തിരുശേഷിപ്പുകളുടെ വസന്തം കാരണമാകുന്നുവെന്നതിൻ്റെ തെളിവാണ് ഇവിടുത്തെ തിരുക്കർമ്മങ്ങളിലെ സജീവ സാന്നിധ്യം. വ്യാഴാഴ്ചകളിൽ വൈകിട്ടുള്ള വിശുദ്ധ കുർബാനയോടെയുള്ള വിശുദ്ധ പാദ്രെ പിയോയോടുള്ള നൊവേനയിൽ പങ്കെടുക്കുവാൻ വയനാടൻ ചുരം താണ്ടി വന്ന ഭക്തജനങ്ങളുടെ വിശ്വാസ തീക്ഷ്ണതയിൽ നമുക്കും പങ്കുചേരാം. അലിവേഴും താതാ പാദ്രെ പിയോ, അനുദിനം ദാനങ്ങൾ നൽകുന്നോനേ, അതുല കൃപാവരമഹിതാത്മാ അനുഗ്രഹമലിവായി ചൊരി